റമദാൻ പിറ കാണുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലും ആകാംക്ഷയിലുമാണ് മുസ്ലിം ലോകം. കാപ്പാട്ടേക്ക് പോകാം. സാധാരണ കാപ്പാട് നിന്നാണ് കാര്യമായി മുമ്പൊക്കെ റമദാൻ പിറ ഏറ്റവും ആദ്യം കാണാറുള്ളതും വിവരങ്ങൾ കാലിമാരിലേക്ക് എത്താറുള്ളതും. അപ്പോൾ കാപ്പാട് നിരവധി ആളുകൾ മാസപ്പിറ കാണുന്നതിന് വേണ്ടി അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സലാം മുഹമ്മദ് അവിടെ നിന്നുകൊണ്ട്. സലാം, കാലങ്ങളായി സ്ഥിരമായി കാണുന്ന ആളുകളുണ്ടാകും കാപ്പാട്, അല്ല യുവതലമുറയിൽപ്പെട്ട ആളുകളുമൊക്കെ ഉണ്ടാകും. എന്താണ് കാപ്പാട്ടെ ആളുകളൊക്കെ പറയുന്നത്? ഇത്ര വലിയ കാത്തിരിപ്പിലാണ് അവർ? നമുക്കറിയാം, കാപ്പാടാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഈ മാസപ്പിറ കാണാൻ സാധ്യതയുള്ളൊരു സ്ഥലം. ഇവിടെ നിന്നും മാസപ്പിറ കണ്ടു എന്നുള്ള വാർത്തകളാണ് സാധാരണ പുറത്തു വരാറുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാടായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാസപ്പിറ കാണുമെന്നൊരു പ്രതീക്ഷയിലാണ് അവരുള്ളതെങ്കിൽ പോലും സാധാരണ ഇവർ പറയുന്നത് അത്ര പ്രതീക്ഷ, അതായത് സാധ്യത കുറവാണ് എന്നുള്ളതാണ്. എങ്കിൽ പോലും കാണാനുള്ള കാണുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഇവിടെയുള്ളത്. ഇന്ന് മാസപ്പിറ കാണാൻ സാധ്യതയുണ്ടോ? മാസപ്പിറവി നമുക്ക് എല്ലാ വർഷവും നമ്മൾ നോമ്പ് ഷാബാൻ 29 നോക്കണമെന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സൂര്യാസ്തമയം കാണാത്തത് കൊണ്ട് ഒരു ചെറിയൊരു പ്രയാസമുണ്ട് കാണാൻ. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ട് നമ്മൾ അത് എന്തായാലും നമുക്ക് നോക്കൽ നിർബന്ധമാണ്. 29 നോക്കൽ 100% നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ അത് എന്തായാലും നോക്കി നിൽക്കും. പക്ഷേ നമുക്കൊരു ചെറിയൊരു സംശയം ഇതാണ്, സൂര്യാസ്തമയം കാണുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ക്ലിയർ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇന്ന് കാലാവസ്ഥ ചെറിയൊരു മങ്ങൽ വന്നതുകൊണ്ട് ഒരു ചെറിയ സംശയത്തിലാണ് ഉള്ളത്. എന്തായാലും നോക്കും, കണ്ടാൽ പ്രതീക്ഷ അല്ല. ഇത് അഭിപ്രായം എന്താണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിപ്പോൾ കണ്ടില്ല, ഞങ്ങൾ മൂടിക്കെടുക്കുക ചെയ്യുന്നത്. സാധ്യത കുറവാണ്, എങ്കിലും നോക്കിയാലേ പറ്റുള്ളൂ. അടുത്തത് മാരിപ്പ് നമസ്കാരത്തിന് ശേഷം കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് സാധ്യതകളൊക്കെ? സാധ്യത ഉണ്ട്, പക്ഷേ ഈ കാഴ്ചയ്ക്ക് പറഞ്ഞു സൂര്യനെ കാണാത്തതിൻ്റെ പേരിൽ സാധ്യത വരാം. ബാബുവാണെന്ന്, അതിൻ്റെ ബാബുവിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് അറിയില്ല. ദൈവത്തവണ വരാറുണ്ടോ? ഞാനല്ലാതെ വരാറുണ്ട്. ഇവിടുന്ന് മാസം കണ്ടതായിട്ടുള്ള, നേരിട്ട് കണ്ട ഒരു അനുഭവം ഉണ്ടോ? നേരിട്ട് കണ്ടായിട്ട് ഒരു ഒറ്റ പ്രാവശ്യം അനുഭവമുണ്ട്. ഏത് വർഷമാണ് നമുക്ക് ശരിക്കും വരാൻ പറ്റില്ല. ഒരു വർഷം ഞാൻ ഇവിടെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ മാസം കണ്ടിരിക്കുന്നുണ്ട്. റമദാനാണ് കണ്ട ആളുകളുണ്ട്. അങ്ങനെ പ്രായമുള്ള ആളുകളും അതുപോലെ കുട്ടികളും ഒരുപാട് ആളുകളായിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അവർ പക്ഷേ മാസപ്പിറവി ഇന്ന് ദൃശ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. എല്ലാ തവണ വരാറുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ 1% കാണാൻ പ്രതീക്ഷയുള്ളൂ. സൂര്യൻ ഇല്ലാത്തത് കൊണ്ടൊരു ചാൻസ് വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. എന്നാലും പ്രതീക്ഷ നമുക്ക് കൈവിടുന്നില്ല. നമസ്കാരം കഴിഞ്ഞാലായിരിക്കും കൂടുതൽ ആളുകൾ എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട് ആണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ആ ആളുകൾ വലിയ പ്രതീക്ഷയിൽ തന്നെ, വലിയ ആകാംക്ഷയിൽ തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവരൊരു പക്ഷേ കാണുകയാണെങ്കിൽ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും പുണ്യമായ ആ മാസത്തിലേക്ക് കടക്കാനാകും, ആ ഒരു രീതിയിൽ ആത്മസംസ്കരണത്തിലേക്ക് കടക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷവും അതോടൊപ്പം തന്നെ മാസപ്പിറവി ഇന്ന് ദൃശ്യമാകുമെന്ന ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ എല്ലാ തവണ ഇവിടെ ഉണ്ടാവാറുണ്ട്? എല്ലാ തവണ. നല്ല അനുഭവം ഉണ്ടോ നേരത്തെ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, വേറെ ആൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ കാണും എന്നൊരു പ്രതീക്ഷ വന്ന് വെക്കും. നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്കിവിടെ കാണാം. എങ്ങനെയുണ്ട്? കാണാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഇവിടെ തന്നെയാണ് അധികം പ്രാവശ്യം കാണല്. കഴിഞ്ഞപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ കാണലില്ല. ഇപ്പം ഇവിടെ കാണാനുള്ളൊരു ചാൻസ് ഇപ്പോൾ കാണുന്നുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങളെ ഈ മഹലിൻ്റെ ഒരു കാളിയാരുണ്ട്. ഈ കാളിൻ്റെ അടുത്ത് പോയിട്ട് ആണ് ഞങ്ങളിത് വിവരം അറിയിക്കില്ല. അതിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന 2 ആൾക്ക് അവർക്കും കാണിച്ചു കൊടുക്കണം. അവരും കണ്ടു കഴിഞ്ഞാൽ ഈ കാളിയാർ ഇത് ഉറപ്പിക്കുകയുള്ളൂ. ഞാൻ മാത്രം കണ്ടത് കൊണ്ട് ഇത് സ്ഥിരീകരിക്കില്ല. അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ നിങ്ങളും കാണണം, ഇയാൾക്കും കാണിച്ചു കൊടുക്കണം, ഇയാളും കാണണം. എങ്കിലേ ഞങ്ങൾ കാളിയാർക്ക് പറഞ്ഞു കൊടുത്താൽ അത് ഫൈനലാക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഒരാൾ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല. കാളിയാരുടെ അടുത്ത് ഞങ്ങൾ പോകണം, ഈ 3 ആളും പോകണം. കാളിയാരുടെ അടുത്ത് പോകും. എന്നിട്ട് കാളിയാർ ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിക്കൂ. ആ കണ്ട രീതി എങ്ങനെയാണ് നിങ്ങളിത് കണ്ടത്, അത് കണ്ടിട്ട് എത്ര സമയം നിങ്ങൾ കണ്ട് എന്നൊക്കെ കാളിയാർ ചോദിക്കൂ. അപ്പോൾ അത് ചോദിച്ച് കാളിയാരിക്കൊന്ന് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കാളിയാർ അത് സ്ഥിരീകരിക്കും. ആ മാസപ്പിറവി കണ്ടതിന് ശേഷം ഈ മാസപ്പിറവി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ് അദ്ദേഹം വിശദീകരിച്ചത്. സാധാരണ ഇവിടെ നിന്നും കണ്ടതിന് ശേഷം തൊട്ടടുത്തുള്ള സാക്ഷികൾ ഉണ്ടാവണം, 2 പേരായിരിക്കണം സാക്ഷികളായിട്ട് ഉണ്ടാകേണ്ടത്. അവരെ കൂട്ടി പിന്നീട് കാളിയെ കണ്ട് ആണ് ഈ മാസപ്പിറവി സംബന്ധിച്ച് അല്ലെങ്കിൽ മാസപ്പിറവി ദൃശ്യമായി എന്ന കാര്യം ഉറപ്പിക്കേണ്ടത്. ആ ഒരു നടപടിക്രമമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ തവണ വരാറുണ്ടോ?
ഇല്ല, ഞാൻ അടുത്ത് തന്നെയാണ്, പക്ഷേ എന്നൊരു ജിജ്ഞാസയോടെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നേരത്തെ കണ്ട അനുഭവങ്ങളൊന്നും ഇല്ല ഇല്ല ഇല്ല. ഇവരൊക്കെ പ്രതീക്ഷ ഉണ്ടോ കാണാൻ? എന്ത് പ്രതീക്ഷ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഒന്ന് ഇത് മേഘം ശരിയായി തെളിച്ചലില്ല, മങ്ങിച്ചയാണ് കാണുന്നത്. അതാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ പറയുന്നത്. ഏതായാലും ഈ മഗ്‌രിബ് നമസ്കാരാനന്തരം പിന്നീട് കൂടുതൽ ആളുകൾ എത്തി ആ മാസപ്പിറവി ദൃശ്യമായതിനു ശേഷം അത് കാളിയെ അറിയിച്ച് ഇത് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ഇവരിവിടെ നിന്ന് മടങ്ങുക എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും കാപ്പാട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ കാപ്പാട് കടപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണുള്ളത്. ഒരുപക്ഷെ ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ അത് ഉറപ്പിച്ചതിന് ശേഷം റമദാൻ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടക്കാം. അതുപോലെ വലിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പുണ്യമായൊരു മാസമാണ്, ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ്. ആ രീതിയിൽ മനുഷ്യർ ഈ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ഒരു മാസം വരുന്നു, ആ മാസത്തോട് വ്രതാനുഷ്ഠാനത്തിലേക്ക് കടക്കുന്നു. ആ രീതിയിൽ വലിയ ആത്മസംസ്കരണം സംഭവിക്കുന്ന ഒരു മാസം കൂടിയാണ്. ആ രീതിയിലുള്ളൊരു പ്രാധാന്യമുള്ള ഒരു മാസത്തിൻ്റെ തുടക്കം നാളെ ആയിരിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷയിൽ തന്നെയാണ് നിരവധിയായ ആളുകളൊക്കെ തന്നെ കാപ്പാട് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം സാധാരണഗതിയിൽ കാപ്പാട് ബീച്ചിൽ നിന്ന് മാസം കണ്ടു, മാസം ഉറപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത, ആ രീതിയിലാണ് വിവരങ്ങൾ നമ്മളൊക്കെ തന്നെ കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാപ്പാട് കടപ്പുറത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ സാധാരണഗതിയിൽ മാസപ്പിറവി ദൃശ്യമാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കടപ്പുറം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മഗ്‌രിബ് നമസ്കാരാനന്തരമായിരിക്കാം കൂടുതൽ ആളുകൾ ഇവിടെ എത്തി മാസപ്പിറവി ദൃശ്യമാകുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആ ഒരു പ്രതീക്ഷയോടുകൂടി ഇവിടെ എത്താനുള്ള ഒരു സാധ്യതയുള്ളത്. ഏതായാലും ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധിയായ ആളുകൾ എത്താനുള്ള ഒരു സാധ്യതയാണ് സൈഫുദ്ദീൻ ഇവിടെ കാണുന്നത്.